ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മുടെ യൂണിറ്റ് 5 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തായിരുന്നു മക്കളെ നമ്മുടെ 5th യൂണിറ്റിൻ്റെ പേര്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്തായിരുന്നു? റോബോ ദി റോബോട്ട്. എന്തായിരുന്നു മക്കളെ? റോബോ ദി റോബോട്ട് എന്ന ചാപ്റ്ററാണ്. ഈ കാണുന്ന ആളാണ് ആര്? നമ്മുടെ റോബോ. ആരാണ് മക്കളെ? ഇതാണ് നമ്മുടെ റോബോ. റോബോ ആരാണ്? ഒരു റോബോട്ടാണ് അല്ലേ? ഓക്കെ മക്കളെ, ക്ലിയർ ആണല്ലോ? അപ്പം നമ്മൾ നമ്മുടെ ആക്ടിവിറ്റി ബുക്കിൽ ആദ്യത്തെ കുറച്ച് ആക്ടിവിറ്റീസാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നോക്കിക്കേ മക്കളെ, നിങ്ങൾക്കവിടെ ഒരു പുതിയ കൂട്ടുകാരിയെ കാണാം. എന്താണെന്ന് അവളുടെ പേരെന്ന് കൂട്ടുകാർക്ക് അറിയോ? മിസ് ഇവിടെ എഴുതാം, വായിച്ചു നോക്കിക്കേ. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിക്കേ. ഇതാണ് ഈ കാണുന്ന ഇദ്ദേഹത്തിൻ്റെ പേര്. എന്താണ്? യെസ്, സിയ എന്നതാണ് അല്ലേ? ഇതാരാണ് മക്കളെ? ദിസ് ഈസ് സിയ. ആരാണിത്? ദിസ് ഈസ് സിയ. ഇനി നമ്മുടെ സിയയുടെ തലയിൽ നോക്കിക്കേ മക്കളെ. എന്തുണ്ട്? അവൾക്കൊരു തൊപ്പിയുണ്ട് അല്ലേ? ഒരു ക്യാപ്പുണ്ട്. ഏത് കളർ ക്യാപ്പാണ്? യെസ്, ഒരു വയലറ്റ് കളർ ക്യാപ്പാണ് ആരുടെ തലയിലുള്ളത്? നമ്മുടെ സിയയുടെ കയ്യിലുള്ളത്. സിയയ്ക്ക് എന്തുണ്ട്? ഒരു ക്യാപ്പുണ്ട്. ഏത് കളറുള്ള ക്യാപ്പാണ്? വയലറ്റ് കളറുള്ള ക്യാപ്പാണ് അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ പറയാം? നോക്കിക്കേ, ദിസ് ഈസ് സിയ. ദിസ് ഈസ് സിയ. ഷീ ഹാസ് എ വയലറ്റ് ക്യാപ്പ്. അവൾക്ക് എന്തുണ്ട്? വയലറ്റ് ക്യാപ്പ് ഉണ്ട്. ഇതാരായിരുന്നു മക്കളെ? സിയ ആണ്. അവൾക്ക് ഒരു വയലറ്റ് ക്യാപ്പ് ഉണ്ട്. ഓക്കെ, ക്ലിയർ? സിയെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, എങ്കിൽ നമുക്ക് നമ്മുടെ 1ാമത്തെ ആക്ടിവിറ്റിയിലോട്ട് പോവാം. അവിടെ കൂട്ടുകാർക്കൊരു ചോദ്യമുണ്ട്. ഡു യു ഹാവ് എ ക്യാപ്പ്? നിങ്ങൾക്ക് ക്യാപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ സിയെ പോലെ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള ക്യാപ്പ് കൂട്ടുകാർക്ക് ഉണ്ടായിരിക്കുമല്ലോ. ഉണ്ടായിരിക്കും അല്ലേ? അപ്പം മക്കളെടുത്ത് പറഞ്ഞത് ഡ്രോ എ ക്യാപ്പ്, കളർ ദി ക്യാപ്പ് ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്. എന്താണ് മക്കളെ? താഴെ തന്നിട്ടുള്ള ആ ഒരു സ്പേസിൽ മക്കളെടുത്തിട്ട് ക്യാപ്പ് വരച്ചിട്ട് ക്യാപ്പിന് കളർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം മതിയോ? പോരാ, ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്. അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പാഠഭാഗത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതിയിട്ടുണ്ട് അല്ലേ? ഡിസ്ക്രിപ്ഷനൊക്കെ ഇപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അറിയണ്ടായിരിക്കും. നമുക്ക് എഴുതാം. അതിന് മുന്നേ നമ്മൾ എന്ത് വരയ്ക്കണം മക്കളെ? യെസ്, നമ്മളൊരു ക്യാപ്പ് വരയ്ക്കണം. അപ്പം മിസ് ജസ്റ്റ് ഇവിടെ വരയ്ക്കാം കേട്ടോ. മക്കളൊന്ന് നോക്കുക. മക്കൾ നല്ല ഭംഗിയിൽ വരയ്ക്കാം കേട്ടോ. മിസ് ജസ്റ്റ് ഇവിടെ റഫായിട്ടൊന്ന് വരയ്ക്കുന്നുണ്ട് ഒരു ക്യാപ്പ്. നമുക്ക് നോക്കാം അല്ലേ? മക്കൾ നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ എന്ത് ചെയ്യുക? ക്യാപ്പ് വരയ്ക്കും. മിസ് ഇപ്പോൾ ഇവിടെ റെഡ് കളർ ക്യാപ്പാണ് വരയ്ക്കുന്നത് കേട്ടോ. നല്ല റെഡ് കളറിലെ ക്യാപ്പാണ് മിസ് വരയ്ക്കുന്നത്. മക്കൾക്ക് ഇഷ്ടമുള്ള കളർ എന്ത് ചെയ്യാം? ക്യാപ്പ് വരയ്ക്കാം. ഓക്കെ മക്കളെ, മിസ് വരച്ചിട്ടുള്ള ക്യാപ്പ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? മിസ് ഒരു റെഡ് കളർ ക്യാപ്പാണ് വരച്ചിട്ടുള്ളത് കേട്ടോ. ക്യാപ്പിന് കുറച്ച് ഡിസൈൻസൊക്കെ നമുക്ക് കൊടുക്കാം. ഓക്കെ മക്കളെ, അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ക്യാപ്പ് വരയ്ക്കാം. മിസ് ഇവിടെ റെഡ് കളർ ക്യാപ്പാണ് വരച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാപ്പ് വരച്ചു. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? ഡിസ്ക്രൈബ് ഇറ്റ് എന്നാണ് പറഞ്ഞത്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? നോക്കിക്കേ, നമുക്ക് ആദ്യം എന്ത് എഴുതാം മക്കളെ? ഇതൊരു ക്യാപ്പാണ് എന്നത് എഴുതാം അല്ലേ? എങ്ങനെയാണ് മക്കളെ എഴുതുക നമ്മൾ? യെസ്, ദിസ് ഈസ് എ ക്യാപ്പ് എന്ന് എഴുതാം അല്ലേ? അപ്പം നമുക്ക് ആദ്യത്തെ സെൻറ്റൻസ് അത് തന്നെ കൊടുക്കാം. എന്ത്? ദിസ് ഈസ് എ ക്യാപ്പ്. ഇതൊരു ക്യാപ്പാണ് അല്ലേ? ഓക്കെ മക്കളെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ കളർ വെച്ചിട്ട് ഒരു സെൻറ്റൻസ് പറഞ്ഞൂടെ? എന്ത് പറയാം? അതിൻ്റെ കളർ എന്താണ്? മിസ് ഇപ്പം കൊടുത്തിട്ടുള്ളത് റെഡ് ക്യാപ്പ് ആയതുകൊണ്ടാണ് മിസ് പറയുന്നത്. മക്കൾ ഏത് ക്യാപ്പാണോ നിങ്ങൾ കളർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു കളർ യൂസ് ചെയ്തുകൊണ്ട് സെൻറ്റൻസ് മാറ്റി എഴുതുക കേട്ടോ. മിസ് ഇപ്പം റെഡ് കളർ ആയതുകൊണ്ട് മിസ് എഴുതുകയാണ്. ഇറ്റ് ഈസ് എ റെഡ്
ക്യാപ്പ്. എന്താണ് മക്കളെ? ഇറ്റ് ഈസ് എ റെഡ് ക്യാപ്പ്. ദിസ് ഈസ് എ ക്യാപ്പ്. ഇറ്റ് ഈസ് എ റെഡ് ക്യാപ്പ്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇനി നമുക്ക് അടുത്തൊരു സെൻറ്റൻസിലോട്ട് പോവാം. നിങ്ങൾക്ക് ആരാണ് മക്കളെ ക്യാപ്പ് മേടിച്ച് തന്നിട്ടുള്ളത്? ചില കൂട്ടുകാർക്കൊക്കെ ഫാദർ മേടിച്ച് തന്നിട്ടുണ്ടായിരിക്കില്ലേ, അച്ഛനായിരിക്കും മേടിച്ച് തന്നിട്ടുണ്ടായിരിക്കുക. ചില കൂട്ടുകാർക്കൊക്കെ മദറായിരിക്കും മേടിച്ച് തന്നിട്ടുണ്ടായിരിക്കുക അല്ലേ? ഓക്കെ, അപ്പം മിസ് ഇവിടെ നെക്സ്റ്റ് എഴുതുന്ന സെൻറ്റൻസ് നോക്കിക്കേ. മൈ ഫാദർ bought me this cap. എൻ്റെ അച്ഛനാണ് എനിക്ക് ഈ ഓരോ ക്യാപ്പ് മേടിച്ചിട്ടുള്ളത് അല്ലേ, ക്യാപ്പ് മേടിച്ച് തന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കൾ? നിങ്ങളുടെ അനുസരിച്ച് സെൻറ്റൻസ് മാറ്റി എഴുതാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഈറ്റ്. ഒരു മിനിറ്റ്, നമുക്ക് ഓക്കെ എന്ത് നമുക്ക് എഴുതാം? ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ക്യാപ്പ്. എന്തെഴുതാം മക്കളെ? ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ക്യാപ്പ്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ക്യാപ്പ്. ദെൻ ലാസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? ഐ ലൈക്ക് മൈ ക്യാപ്പ്. എനിക്ക് എൻ്റെ ക്യാപ്പ് ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ എന്തൊക്കെ നമ്മൾ എഴുതി? ദിസ് ഈസ് എ ക്യാപ്പ്. ഇറ്റ് ഈസ് എ റെഡ് ക്യാപ്പ്. മൈ ഫാദർ ബോട്ട് മീ ദിസ് ക്യാപ്പ്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ക്യാപ്പ്. ഐ ലൈക്ക് മൈ ക്യാപ്പ്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പം ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? മക്കൾ വരയ്ക്കുന്ന ആ ഒരു ക്യാപ്പ് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാവുന്നതാണ്. ക്ലിയർ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോവാം. നോക്കിക്കേ മക്കളെ. സിയാസ് ഫ്രണ്ട്സ് സെൻഡ് ബർത്ത്ഡേ കാർഡ്സ് ടു ഹെർ. പ്രിപ്പയർ എ ബർത്ത്ഡേ കാർഡ് ഫോർ സിയ. പേസ്റ്റ് ഇറ്റ് ബിലോ. മക്കളടുത്ത് നമ്മുടെ സിയയെ നമുക്ക് അറിയാലോ, നേരത്തെ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ? നമ്മുടെ സിയയുടെ ബർത്ത്ഡേ ആണ്. അപ്പം സിയയുടെ കൂട്ടുകാരെന്ത് ചെയ്തു? അവൾക്ക് ഒരുപാട് ബർത്ത്ഡേ കാർഡ്സ് എന്ത് ചെയ്തു? അയച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളും എന്ത് ചെയ്യണം? നമ്മുടെ സിയയ്ക്കായിട്ട് ഒരു ബർത്ത്ഡേ കാർഡ് പ്രിപ്പയർ ചെയ്തിട്ട് അതെവിടെ ഒട്ടിക്കണം? താഴെ നിങ്ങൾക്ക് അവിടെ തന്നിട്ടുള്ള സ്പേസിൽ ഒട്ടിക്കണം. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? ഒരു കഷ്ണം പേപ്പർ എടുക്കുക. നിങ്ങൾ കളർ പേപ്പർ വേണമെങ്കിൽ കളർ പേപ്പർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ A4 പേപ്പറോ ന്യൂസ് പേപ്പറോ അങ്ങനെ എന്ത്, ന്യൂസ് പ്രിൻറ്റോ, ന്യൂസ് പേപ്പറല്ല ന്യൂസ് പ്രിൻറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും മക്കൾക്ക് യൂസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതിൽ നല്ല ഭംഗിയായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ സിയെ വിഷ് ചെയ്ത് കൊണ്ടിട്ട് ഒരു സെൻറ്റൻസും എഴുതുക. ഓക്കെ മക്കളെ, മിസ് ജസ്റ്റ് ഇവിടെ നിന്ന് ജസ്റ്റ് വരയ്ക്കാം കേട്ടോ. നമുക്ക് നോക്കാം, ഇതുപോലെ മക്കൾക്ക് ചെയ്യാം കേട്ടോ. മക്കൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളമൊക്കെ തന്നിട്ടുണ്ട്. അതിനുള്ളിൽ മക്കൾ എന്ത് ചെയ്യുക? നല്ല ഭംഗിയായിട്ടിട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ പേപ്പറിലാണല്ലോ ചെയ്യുക മക്കളെ. ഒരു പേപ്പർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേസ്റ്റ് ചെയ്യാൻ പാകത്തിന് എന്ത് ചെയ്യുക? ഒരു പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക? അതിൽ നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക? സെൻറ്റൻസ് എഴുതിക്കോളുക കേട്ടോ. ആദ്യം തന്നെ സെൻറ്റൻസ് എഴുതുക. ഓക്കെ, നമുക്കിപ്പോൾ എന്ത് എഴുതാം? ഹാപ്പി ബർത്ത്ഡേ സിയ എന്ന് എഴുതാം അല്ലേ? ഹാപ്പി ബർത്ത്ഡേ സിയ എന്ന് എഴുതാം കേട്ടോ. മക്കൾ നല്ല ഭംഗിയാക്കിയിട്ട് എഴുതി കൊടുക്കുക. ഹാപ്പി ബർത്ത്ഡേ ഓക്കെ, സെൻറ്റൻസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? നല്ല ഭംഗിയിൽ പൂക്കളും ഒക്കെ മക്കൾ എന്ത് ചെയ്യുക? അവിടെ വരച്ചു കൊടുക്കുക കേട്ടോ. നല്ല ഭംഗിയാക്കി കൊടുക്കുക. അവിടെ എല്ലായിടത്തും മക്കൾക്ക് പറ്റുന്ന രീതിയിൽ പൂക്കൾ വരയ്ക്കാം, കേക്കിൻ്റെ ചിത്രങ്ങൾ വരയ്ക്കാം, സ്റ്റാർ വരയ്ക്കാം, ഫ്ലവേഴ്സൊക്കെ നിങ്ങൾക്ക് അവിടെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ ഇതെന്ത് ചെയ്യാം? ഭംഗിയാക്കി എടുക്കാം അല്ലേ? നമുക്കിനി ഒരു ചെറിയ കേക്കിൻ്റെ പിക്ചർ ഒന്ന് വരച്ചു നോക്കാം അല്ലേ? ചെറിയൊരു കേക്ക് നമുക്ക് വരച്ചു നോക്കാം. നമ്മൾ ബർത്ത്ഡേ കാർഡൊക്കെ നിങ്ങൾ പലപ്പോഴും ഉണ്ടാക്കുന്നതാണല്ലേ? നമ്മൾ സ്കൂളിലൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനായിട്ട് നമ്മൾ എന്തുണ്ടാക്കാറുണ്ട്? ഇതുപോലെ കാർഡ്സൊക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലേ? അപ്പോൾ കൂട്ടുകാർക്ക് ഈസി ആയിരിക്കും കേക്കൊക്കെ വരയ്ക്കാനായിട്ട്. അപ്പോൾ കേക്കൊക്കെ വരയ്ക്കുക.
പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ മിഠായില്ലേ ചോക്ലേറ്റൊക്കെ മക്കൾക്ക് വരയ്ക്കാം കേട്ടോ. മിസ് ഇപ്പോൾ ഇവിടെ ജസ്റ്റ് വരയ്ക്കാം. മക്കൾ നല്ല ഭംഗിയാക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ സിയയ്ക്ക്, നിങ്ങളുടെ ഫ്രണ്ടാണ്, ഇപ്പം നമ്മുടെ ഫ്രണ്ടാണല്ലേ സിയ, നമ്മൾ സിയയെ പരിചയപ്പെട്ടല്ലോ. അപ്പം സിയയ്ക്ക് കൊടുക്കാൻ എന്ത് ചെയ്യുക, മക്കൾ നല്ല ചിത്രങ്ങളൊക്കെ വരയ്ക്കാം. ഓക്കെ, ഇനി കുറച്ച് ബലൂൺസ് വരയ്ക്കാമല്ലേ നമുക്ക്. നമുക്ക് പല പല കളേഴ്സിലുള്ള ബലൂൺ വരയ്ക്കാം അല്ലേ. ഇനി നമുക്ക് ഗ്രീൻ കളർ സെലക്ട് ചെയ്യാം. ഗ്രീൻ കളറിൽ ഒരു ബലൂൺ വരയ്ക്കാം. ഓക്കെ മക്കളെ, നമുക്ക് കുറച്ച് സ്റ്റാറൊക്കെ വരച്ച് കൊടുക്കാം അല്ലേ. അങ്ങനെ എത്രത്തോളം മക്കൾക്ക് നമ്മുടെ കാർഡ് ഭംഗിയാക്കാൻ പറ്റുന്ന അതൊക്കെ മക്കൾ എന്ത് ചെയ്യുക, അതിൽ ചെയ്യുക കേട്ടോ. മിസ് ഇപ്പം ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തന്നേയുള്ളൂ. മക്കൾ നല്ല ഭംഗിയിൽ പേപ്പറിൽ ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പേപ്പർ മക്കളുടെ ഈ ഒരു ആക്ടിവിറ്റി 2 താഴെ മക്കൾ പേസ്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അവിടെ കട്ട് ചെയ്തിട്ട് മക്കൾ എന്ത് ചെയ്യുക, അവിടെ ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അതിനുള്ളിൽ ഹാപ്പി ബർത്ത്ഡേ സിയ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെയോ നമ്മൾ കുറേ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് അല്ലേ. മക്കളും അതുപോലെയൊക്കെ ചെയ്യാം. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്തൊരു പ്രവർത്തനത്തിലോട്ട് പോവാം. 3ാമത്തെ ആക്ടിവിറ്റി നോക്കിക്കേ. നമ്മുടെ സിയയ്ക്ക് കൂട്ടുകാരൊക്കെ ഒരുപാട് ബർത്ത്ഡേ കാർഡ്സ് അയച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ തന്നെ അവൾക്ക് മറ്റൊരു ഗിഫ്റ്റ് കൂടി കിട്ടിയിട്ടുണ്ട്. നോക്കിക്കേ, സിയ ഗോട്ട് മിനി ഗിഫ്റ്റ് ഓൺ ഹെർ ബർത്ത്ഡേ. സിയാസ് അങ്കിൾ ഗേവ് ഹെർ എ സ്പെഷ്യൽ ഗിഫ്റ്റ്. നമ്മുടെ സിയയുടെ അങ്കിൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവൾക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഗിഫ്റ്റാണ് കൂട്ടുകാർക്ക് ഇവിടെ താഴെ കാണുന്നത്. ഇവിടെ താഴെ ചിത്രത്തിൽ തന്നിട്ടുള്ളത്. ഗിഫ്റ്റ് ബോക്സ് കണ്ടോ മക്കളെ? ഓക്കെ, എന്താണ് നമ്മുടെ സിയയ്ക്ക് അവളുടെ അങ്കിൾ കൊടുത്തിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് എന്ന് കൂട്ടുകാർക്ക് അറിയണ്ടേ? അതാണ് നമ്മുടെ അവിടെ ചോദിച്ചത്. വാട്ട് വാസ് ദാറ്റ് സ്പെഷ്യൽ ഗിഫ്റ്റ്? ഫൈൻഡ് ഇറ്റ് യൂസിങ് എ മിറർ. കൂട്ടുകാർക്ക് ആ ഒരു ഗിഫ്റ്റ് എന്താണെന്ന് കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്താൽ മതി? ഒരു മിറർ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണാടി. മക്കൾ എന്ത് ചെയ്യുക, കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകത്തിൻ്റെ ഈ ഒരു പേജ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ദാ ഇവിടെ നിങ്ങൾക്ക് കാണിക്കും എന്താണ് അതിനുള്ളിലുള്ള ഗിഫ്റ്റ് എന്നുള്ളത്. ഓക്കെ, മക്കൾക്ക് അവിടെ ഒരു പേര് കാണാം. എന്താണെന്നറിയോ? സിയാസ് അങ്കിൾ ഗേവ് ഹെർ എ റോബോട്ട് എന്ന് കാണാം. ഇത് മക്കൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും മക്കൾ നിങ്ങളുടെ മിററിൻ്റെ മുന്നിൽ പുസ്തകം വെച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വേർഡ് എന്താണെന്നുള്ളത് വായിക്കാൻ പറ്റും. ഇതിപ്പം നമുക്ക് അവിടെ ഒരു മിറർ ഇമേജാണ് തന്നിട്ടുള്ളത് അല്ലേ. തല തിരിച്ചാണ് എഴുതിയിട്ടുള്ളത്. അത് മക്കൾ കണ്ണാടിയിൽ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നേരെ എഴുതി കാണും. അപ്പോൾ മക്കൾ വായിച്ച് നോക്കുക അതിനുള്ളിലുള്ള ഗിഫ്റ്റ് എന്താ എന്നുള്ളത്. അപ്പോൾ എന്താണ് മക്കളെ? അതൊരു റോബോട്ടാണ്. നമ്മുടെ സിയയുടെ അങ്കിള് അവൾക്ക് എന്താണ് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത്? യെസ്, ഒരു റോബോട്ടാണ്. ക്ലിയർ? ഇനി നമ്മുടെ 4ാമത്തെ ആക്ടിവിറ്റിയിലോട്ട് പോവാം. മേക്ക് എ റോബോട്ട് യൂസിങ് മാച്ച് ബോക്സസ്. ഇത് മക്കൾക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചെയ്യാനായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. മാച്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തീപ്പെട്ടി കൂടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മാച്ച് ബോക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഈ ഒരു തീപ്പെട്ടി കൂടുകളിലെ ഒഴിഞ്ഞ തീപ്പെട്ടി കൂടുകൾ ഉണ്ടെങ്കിൽ മക്കൾ അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെയുള്ള റോബോട്ടുകളെ നിർമ്മിക്കുക. മക്കളുടെ സ്കൂളിൽ നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യും. അതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിൽ നിങ്ങൾക്കിപ്പം അവൈലബിൾ ആണെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, അതെടുത്ത് ചെയ്ത് നോക്കുക. ഇനി എത്ര തോന്നിയൊന്നും ഇല്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, ഉള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ മക്കളെ. റോബോട്ടിനെ ഉണ്ടാക്കി നോക്കുക. അങ്ങനെ ഉണ്ടാക്കുന്ന കൂട്ടുകാർ മിസ്സിനത് ഫോട്ടോ എടുത്തിട്ട് ഷെയർ ചെയ്യുകയും വേണം. ഓക്കെ മക്കളെ, ചെയ്യല്ലോ. അങ്ങനെ അത് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള റോബോട്ടിൻ്റെ ചിത്രം കൂടി എന്ത് ചെയ്യണം, നെക്സ്റ്റ് ആക്ടിവിറ്റിയിൽ നമുക്ക് വരയ്ക്കാനായിട്ടുണ്ട്. മക്കളത് വരയ്ക്കണം. ഓക്കെ മക്കളെ, എന്ത് ചെയ്യണം, നിങ്ങളിതാ ഇവിടെ നിങ്ങൾ മാച്ച് സ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന റോബോട്ടിൻ്റെ ചിത്രം എന്ത് ചെയ്യണം, നിങ്ങൾ ഇവിടെ വരയ്ക്കണം. മിസ്സിപ്പം ജസ്റ്റ് ഒന്ന് എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. മക്കൾ എന്ത് ചെയ്യുക, മാച്ച് സ്റ്റിക്സ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് അതേപോലെ വരയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ദാ ഇതുപോലെ മിസ് ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. മക്കൾ എന്ത് ചെയ്യുക, നിങ്ങൾ എങ്ങനെയാണോ മേക്ക് ചെയ്തത് അതിനനുസരിച്ച് ചിത്രം വരച്ച് നോക്കുക കേട്ടോ.
ഓക്കെ മക്കളെ, അപ്പോൾ ഇതെന്താണ്? ഒരു റോബോട്ടാണ് അല്ലേ. നമുക്ക് വേണമെങ്കിൽ 2 കൊമ്പൊക്കെ കൊടുക്കാം അല്ലേ. അതിനെന്താ പറയുക? കൂട്ടുകാർക്ക് അറിയോ ഈ ഒരു സാധനത്തിന് നമ്മളെന്താണ് പറയുക? അത് നിങ്ങൾക്കൊരു വർക്കായിട്ട് മിസ് ഇട്ട് തരാണ്. നമ്മൾ റോബോട്ടിൻ്റെയൊക്കെ ഹെഡിൽ ഇതുപോലെ നമ്മൾ കാണാറുണ്ട് അല്ലേ. അതിനെന്താണെന്ന് പറയാം? മക്കൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ വീട്ടിലുള്ളവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള മക്കൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഒരു റോബോട്ടിനെ ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമ്മുടെ 6ാമത്തെ ആക്ടിവിറ്റി നോക്കിക്കേ. ഡിസ്ക്രൈബ് റോബോ ദി റോബോട്ട്. നമ്മുടെ റോബോ ഇവിടെ ഉണ്ട് അല്ലേ. ഈ റോബോയെ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ക്രൈബ് ചെയ്യണം. മിസ് പറഞ്ഞിട്ടുള്ള ഈ സാധനം ഇതാണ് കേട്ടോ. എന്താണ് അതിന് പറയുക എന്നുള്ളത് മക്കൾ ഫൈൻഡ് ചെയ്ത് കണ്ടെത്തുക. ഓക്കെ, വീട്ടിലുള്ളവരോട് ചോദിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു റോബോയെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. നോക്കിക്കേ മക്കളെ, ആദ്യം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. എന്താണ്? ദിസ് ഈസ് റോബോ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ബാക്കി സെൻറ്റൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് എന്ത് എഴുതാം? യെസ്, ദിസ് ഈസ് റോബോ, ദിസ് ഈസ് റോബോ ദി റോബോട്ട്, ദിസ് ഈസ് റോബോ ദി റോബോട്ട്. അടുത്തത് എന്താണ് മക്കളെ സെൻറ്റൻസ്? യെസ്, സിയാസ് അങ്കിൾ പ്രസൻറ്റഡ് റോബോ ഓൺ ഹെർ ബർത്ത്ഡേ. നമ്മുടെ സിയയുടെ അങ്കിളാണ് എന്ത് ചെയ്തത്? ഈ റോബോനെ പ്രസൻറ്റ് ചെയ്തത് അല്ലേ. എപ്പോഴാണ് പ്രസൻറ്റ് ചെയ്തത്? ഓൺ ഹെർ ബർത്ത്ഡേ, അവളുടെ ബർത്ത്ഡേയുടെ അന്നാണ് അവളുടെ അങ്കിള് ഈ ഒരു ഗിഫ്റ്റ്, നമ്മുടെ റോബോയെ അവൾക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. റോബോ ഈസ് സിയാസ് ബെസ്റ്റ് ഫ്രണ്ട്. റോബോ ഈസ് സിയാസ് ബെസ്റ്റ് ഫ്രണ്ട്. റോബോ എന്ന് പറയുന്നത് നമ്മുടെ സിയയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഓക്കെ, റോബോ ഹാസ് 2 ലെഗ്സ്. റോബോയ്ക്ക് എന്തുണ്ട്? 2 ലെഗ്സ് ഉണ്ട്, 2 കാലുകളുണ്ട്. ഓക്കെ, ഇനി ബാക്കി കുറച്ച് സെൻറ്റൻസ് മക്കൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്ത് അവിടെ എഴുതണം നമ്മുടെ റോബോയെക്കുറിച്ച്. പിന്നെ നമുക്ക് എന്ത് പറയാം മക്കളെ? നമ്മുടെ റോബോയ്ക്ക് എന്തുണ്ട്? 2 കൈകളുണ്ടല്ലോ. അപ്പം നമുക്ക് എന്ത് എഴുതാം? റോബോ ഹാസ് 2 ഹാൻഡ്സ് എന്ന് എഴുതാം. റോബോയ്ക്ക് 2 കൈകളുണ്ട്. ഓക്കെ മക്കളെ, പിന്നെ നോക്കിക്കേ, ദർ ഈസ് എ സ്ക്രീൻ. നമ്മുടെ റോബോയ്ക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ. റോബോയ്ക്ക് ഇതാ ഇവിടെ അതിൻ്റെ ചെസ്റ്റിലാണ് എന്തുള്ളത് മക്കളെ? ഒരു സ്ക്രീൻ ഉണ്ടായിരിക്കും അല്ലേ. മകൾ കണ്ടിട്ടുണ്ടല്ലോ റോബോയുടെ ചിത്രങ്ങളൊക്കെ അല്ലെങ്കിൽ വീഡിയോസൊക്കെ മകൾ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ. റോബോട്ടിൻ്റെയൊക്കെ അതിൽ മക്കൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവരുടെ ചെസ്റ്റിലായിട്ട് എന്തുണ്ട്? ഒരു സ്ക്രീൻ ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് ആണ് മക്കൾ അവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ദർ ഇസ് എ സ്ക്രീൻ ഓൺ ദി ചെസ്റ്റ് ഓഫ് റോബോ. എവിടെയാണുള്ളത്? ഓൺ ദി ചെസ്റ്റ് കേട്ടോ. ഓൺ ദി ചെസ്റ്റ് ഓഫ് റോബോ. റോബോയുടെ ചെസ്റ്റിൽ എന്തുണ്ട്? ഒരു സ്ക്രീൻ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് എഴുതാം? നമ്മുടെ റോബോയ്ക്ക് നടക്കാനായിട്ട് കഴിയോ? യെസ്, അപ്പം അത് നമുക്ക് എഴുതാം. റോബോ ക്യാൻ വാക്ക്. റോബോയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? നടക്കാൻ പറ്റും. ഓക്കെ മക്കളെ, ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? നമ്മുടെ സിയയ്ക്ക് അവളുടെ റോബോയെ ഒരുപാട് ഇഷ്ടമാണ്. എഴുതിക്കൂടെ? അപ്പം നമുക്ക് ഇതെങ്ങനെ എഴുതാം മക്കളെ? ആ ഒരു സെൻറ്റൻസ്. യെസ്, സിയ ലൈക്സ് ഹെർ റോബോ വെരി മച്ച് അല്ലേ. അത് വേണമെങ്കിൽ നമുക്കത് എഴുതാം. സിയ ലൈക്സ് ഹെർ റോബോ വെരി മച്ച്. സിയ ലൈക്സ് ഹർ റോബോ വെരി മച്ച്. സിയ അവളുടെ റോബോയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു അല്ലേ. അപ്പം ഇതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ആ ഒരു ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഒന്ന് നമുക്ക് വായിച്ച് നോക്കാം. നോക്കിക്കേ മക്കളെ, എല്ലാവരും മിസ്സിനോടൊപ്പം ചേർന്ന് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ. ആദ്യം നമ്മൾ എന്താണ് എഴുതിയിട്ടുള്ളത്? This is Robo the robot. This is Robo the robot. Sia's uncle presented Robo on her birthday. Robo is Sia's best friend. Robo has 2 legs. Robo has 2 hands. There is a screen on the chest of Robo. Robo can walk. Sia likes her Robo very much. Okay മക്കളെ,
അപ്പം ഇത്തരത്തിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാവുന്നതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് ഒരു ചിത്രം തന്നിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് എക്സാമിന് എപ്പോഴും ഉള്ള ഒരു ചോദ്യമാണ് പിക്ചർ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ പാരറ്റിൻ്റെ ചാപ്റ്ററിൽ അല്ലേ, നമ്മുടെ ജില്ലിനെയും ഡില്ലിനെയും റില്ലിനെയും ഒക്കെ ഓർമ്മയില്ല മക്കളെ, അവരെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ അല്ലേ, ഹാങ് ടൂത്ത് എന്നുള്ള ചാപ്റ്റർ നമ്മുടെ ബസ്സിനെയും കാറിനെയും അല്ലേ, അത്തരത്തിലുള്ള വെഹിക്കിൾസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസ്ക്രൈബ് ചെയ്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പപ്പിയെ നമ്മളല്ലേ ഒരു ഡോഗിൻ്റെ പിക്ചർ തന്നിട്ട് അതിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ ക്യാപ്പ് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതിയില്ലേ, ഇപ്പം നമ്മൾ റോബോയെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതി. അങ്ങനെ ഒരുപാട് ഡിസ്ക്രിപ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ എക്സാമിനൊരു ഡിസ്ക്രിപ്ഷൻ ചോദിക്കും. അപ്പോൾ നമ്മൾ എക്സാമിൻ്റെ റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ വൈകാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇനി നമുക്ക് കുറച്ച് പാഠങ്ങളൊക്കെ പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം കവർ ചെയ്തതിന് ശേഷം നമ്മൾ എക്സാമിൻ്റെ റിവിഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. ആ ക്ലാസ്സുകൾ കൂട്ടുകാർക്ക് നമ്മുടെ ആപ്പിലായിരിക്കും അവൈലബിൾ ആയിരിക്കുക കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് തുടക്കം മുതലുള്ള എല്ലാ പാഠഭാഗങ്ങളും നമുക്ക് ഉണ്ടായിരിക്കും. മക്കൾ എന്ത് ചെയ്യുക, ആദ്യം മുതലുള്ള പാഠഭാഗങ്ങൾ നമ്മുടെ എക്സാമിന് ചോദിക്കും. അപ്പോൾ അതെല്ലാം പഠിച്ച് തുടങ്ങുക കേട്ടോ, എല്ലാ വിഷയത്തിലും. അപ്പോൾ ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് നമ്മുടെ ക്ലാസ്സിലായിട്ട് പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ടീച്ചറുടെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. 8589823710 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ കൂട്ടുകാർക്ക് നിങ്ങളുടെ ഫൈനൽ എക്സാമിനുള്ള റിവിഷൻ ക്ലാസ്സുകൾ ആദ്യം മുതലുള്ള പോർഷൻസ് നിങ്ങൾക്ക് ലഭ്യമായിരിക്കും കേട്ടോ. 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കാണ്. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് കൂടി പറയുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള ഭാഗങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കുക. നമ്മൾ ഇന്നൊരു ക്യാപ്പിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ എഴുതി, നമ്മുടെ റോബോയെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ എഴുതി. അത് 2 മക്കൾ നന്നായിട്ട് വായിക്കുക കേട്ടോ. വായിച്ചിട്ട് വോയിസ് റെക്കോർഡായിട്ട് ഇടുക. ഡിറ്റേഷനുള്ള വേർഡ്സ് മിസ് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുക. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.